വചനം വചനം ത്രിയേക ദൈവമാം വചനം വചനം. കുറച്ച് നാളുകൾക്ക് മുമ്പ് മരണമടഞ്ഞ ഫാദർ സൈമൺ സ്റ്റോക്ക് അച്ഛൻ എൻ്റെ ഒരു ബന്ധുവാണ്, കുടുംബാംഗമാണ്. അദ്ദേഹം പലപ്പോഴും വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരന്മാർ ആ വൈദികനെ ഭയപ്പെട്ടിരുന്നു. കാരണം സഹോദരിമാർ പൊട്ട് തൊടുമ്പോൾ, മോഡേൺ ഡ്രസ്സുകൾ ധരിക്കുമ്പോൾ സഹോദരന്മാർ തമ്മിൽ എന്തെങ്കിലും വഴക്കുകളുണ്ടാകുമ്പോൾ അവരെ വഴക്ക് പറയുകയും അവരെ ശകാരിച്ചുകൊണ്ട് തിരുത്തുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ വൈദികൻ വീട്ടിലേക്ക് വരുമ്പോൾ ഭയപ്പെടുന്നതാണ് കാണുന്നത്. ആ വൈദികനെ ചിലപ്പോഴൊക്കെ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കാണുന്നത് പോലെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കാതെ പോകുന്നുണ്ട്. ഈ വൈദികൻ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് മരണമടഞ്ഞത്. ആന്ധ്രയിൽ വെച്ച് മരണമടഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ശവകുടീരത്തിങ്കിൽ വന്ന് അവിടെയുള്ള ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുകയാണ്. ഈ അടുത്ത നാളുകളിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഭാഗങ്ങളും മറ്റും ശവകുടീരത്തിൽ നിന്നും എടുത്ത് മഞ്ഞുമൽ ആശ്രമത്തിൽ കൊണ്ടുവന്നു അദ്ദേഹത്തെ ബ്ലസ്ഡ് ആക്കുവാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ആണ്ടുവട്ടം 14-ാം ഞായറിലേക്ക് വരുമ്പോൾ ഈശോ സ്വന്തം സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. അവിടെ സിനഗോഗിൽ പഠിപ്പിക്കുന്ന ഈശോയെയാണ് കാണുക. അവിടെ പഠിപ്പിക്കുമ്പോൾ ഇടറുന്ന ഒരു ജനത്തെ കാണുന്നുണ്ട്, ആശ്ചര്യപ്പെടുന്ന ഒരു ജനതയെ കാണുന്നുണ്ട്, അവരുടെ വിശ്വാസരാഹിത്യത്തിൽ അത്ഭുതപ്പെടുന്ന അല്ലെങ്കിൽ വിസ്മയിക്കുന്ന ഈശോയെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ അത്ഭുതങ്ങളോ മറ്റടയാളങ്ങളോ കൂടുതലായിട്ട് ചെയ്യുവാൻ ഈശോയ്ക്ക് സാധിക്കാതെയും പോകുന്നുണ്ട്. ഇന്നും നമ്മുടെ ഇടയിൽ ഇടറുന്ന ജനതയുണ്ട്, വിസ്മയിക്കുന്ന ജനതയുണ്ട്. കാരണം ഇടർന്ന ജനത ഇന്നും ഈശോയെ അങ്ങോട്ട് സ്വീകരിക്കാൻ പറ്റുന്നില്ല. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈശോയിൽ ഇടറുന്നത് ഇവൻ ആ മരപ്പണിക്കാരൻ അല്ലേ എന്നുള്ളതാണ്, തച്ചനല്ലേ എന്നുള്ളതാണ്, അവൻ്റെ സഹോദരങ്ങൾ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നുള്ള ഒരു ഇടർച്ചയാണ് അവിടെ ഉണ്ടാകുന്നത്. എന്നാൽ വിസ്മയിക്കുന്നത് ഇവൻ എവിടെ നിന്ന് ഈ ജ്ഞാനം കിട്ടി, ഇവൻ ആ തച്ചൻ്റെ മകനായിട്ടും ഇവൻ എവിടെ നിന്നാണ് ഈ ജ്ഞാനം കിട്ടിയത് എന്നുള്ള ഒരു വിസ്മയമാണ്. ആ വിസ്മയം ഈശോയെ സ്വീകരിക്കുന്നതാണ് അവിടെ അത്ഭുതമുണ്ടാകും. ഇടറുമ്പോൾ ഇവൻ നമ്മുടെ ഇടയിൽ ഒരുവനല്ലേ, തച്ചനല്ലേ എന്നുള്ള ഇടർച്ച അത്ഭുതങ്ങളില്ലാതെ പോകുന്നു. ഇന്നും നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മളിൽ പലരും ക്രിസ്ത്യാനികളെന്ന് പറയുന്നെങ്കിലും ഈശോ മനുഷ്യനായി അവതരിച്ചെന്നും ഇന്നും അപ്പമായി നമ്മുടെ ഇടയിൽ വസിക്കുന്നുവെന്നും വിശ്വസിക്കുവാനോ അവർ ഈശോയെ സ്വീകരിക്കുവാനോ ആ ഈശോയുടെ മുമ്പിലേക്ക് വന്ന് അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങുവാനോ സാധിക്കാതെ പോകുന്ന ഇടറുന്ന ജനത നമ്മുടെ ഇടയിലുണ്ടെന്നുള്ളതാണ്. ഈശോ ബെത്ലഹേമിൽ പിറന്നുവെന്നോ നമ്മുടെ ഇടയിൽ വസിച്ചുവെന്നോ അപ്പമായി മാറുമെന്നോ അത് വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളായി മാറിയവർ പലരുമുണ്ട്. നമ്മൾ കൂദാശകളിലേക്ക് കടന്നു വരാതെ കൂദാശകളിൽ നിന്നും അകന്നു പോകുന്നവരുണ്ട്. കുമ്പസാരം എന്ന കൂദാശയുടെ എന്തിനാണ് പോകുന്നത്, എന്തിന് വൈദികനോട് പറയുന്നു, ദൈവത്തോട് നേരിട്ട് പറഞ്ഞാൽ പോരെ എന്ന് പറഞ്ഞ് ഇടറുന്ന ജനതയുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഈ ആണ്ടുവട്ടം 14-ാം ഞായർ ആഘോഷിക്കുമ്പോൾ ഞാൻ ഏത് ഭാഗത്താണ്, ഞാനിന്ന് എവിടെയാണ്? ഇടർന്ന ജനത്തിൻ്റെ മുമ്പിലാണോ, അത്ഭുതപ്പെടുന്ന ഈശോ ഇങ്ങനെ അപ്പമായി എന്നോടൊപ്പം വസിക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുവാൻ, അവൻ്റെ മുമ്പിൽ പോയി നിയോഗങ്ങൾ സമർപ്പിക്കുവാൻ, എൻ്റെ സങ്കടങ്ങൾ സമർപ്പിക്കുവാൻ, എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇങ്ങനെ വരുമ്പോൾ ഈശോ നമ്മളിൽ അത്ഭുതം പ്രകടിപ്പിക്കും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹമായി മാറുമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുന്നു. ഇടറുന്ന ജനത്തിന് അത്ഭുതമില്ല, വിസ്മയിക്കുന്ന ജനത്തിന് അത്ഭുതമുണ്ട് എന്ന് ഇന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് ക്രിസ്തുവിനോടൊപ്പം അത്ഭുതപ്പെടാം. സുവിശേഷത്തിൽ 4-ാം അധ്യായം 35-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ 5-ാം അധ്യായം മുഴുവനും അത്ഭുതങ്ങളുടെ കാര്യങ്ങളാണ്.
വിശ്വസിക്കുന്ന ജനത്തിനാണ് അത്ഭുതമുണ്ടാകുന്നത്. സാത്താനെ ഒഴിവാക്കുന്നു, പ്രകൃതിക്ഷോഭത്തിനെ ശമിപ്പിക്കുന്നു, അതോടൊപ്പം തന്നെ രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നു, മരണത്തിൽ നിന്നും ജീവനിലേക്ക് കൈപിടിച്ചുയർത്തുന്നു. ഇങ്ങനെ 4 അത്ഭുതങ്ങളാണ് ഈ 4-ാം അധ്യായം 35 മുതൽ 35-ാം വാക്യം മുതൽ 5-ാം അധ്യായം മുഴുവനിലും നമ്മൾ കാണുന്നത്. എന്നാൽ 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ ഇടറുന്ന ജനം നമ്മൾ കാണുകയാണ്. അവിടെ അത്ഭുതങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഈ ബലിയർപ്പിക്കുമ്പോൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ നിയോഗങ്ങൾ ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കാം. അത്ഭുതം നമ്മളിലും നമ്മുടെ കുടുംബത്തിലും നടക്കട്ടെ. ആമേൻ.